ഇതെന്തൊക്കെയാണ് മനോഹരായി കേൾക്കുന്നേ? ആ കുടുംബം മൊത്തത്തിൽ പ്രശ്നമാണല്ലോ. ഏത് കുടുംബം? അയ്യടാ, അപ്പൊ ഇത്രയും നേരം അങ്ങേര് പറഞ്ഞൊന്നും നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ പ്രിയപ്പെട്ട മരുമോളുടെ കാര്യമാ പറഞ്ഞത്. എന്തിനാടാ അവളിങ്ങനെ കണ്ടവന്റെ കുടുംബം കലക്കാൻ നിൽക്കുന്നേ? ആര് കലക്കാൻ നോക്കി? ഇതൊക്കെയാ ജയശങ്കർ ഡോക്ടർ തെറ്റിദ്ധാരണേ. ദേവികമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ആ മാലിന്യം നിരഞ്ജൻ ഡോക്ടർ നമ്മൾ അടുപ്പമില്ലെന്നാണോ അച്ഛൻ വാദിക്കുന്നത്? അവര് തമ്മിൽ അടുപ്പമുണ്ടെങ്കിൽ ദേവികമ്മൾ എന്താ പിഴച്ചേ? അച്ഛാ, ദേവികയാണ് മാലിന്യയുടെ പുറകില്. നീ കണ്ടോ? നീ കണ്ടോ? ഞാനൊന്നും അത് വിശ്വസിക്കുന്നില്ല. എനിക്കറിയാം എന്റെ മോളെ. അവൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യത്തില്ല. നീ അവളെ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നടന്നോ? ഡേ, ആ ഡോക്ടറെ അറിയാലോ, എന്ത് ചെയ്യാൻ മടിയില്ലാത്തവനാ. എന്തിനാ മനോഹര വെല്ലവന്റെ തല്ലുകൊണ്ട് ചാവുന്നേ? ഇത് തന്നെയാ ഞാനും പറയാൻ വന്നത്. പോക്ക് ഈ രീതിയിലാണെങ്കിൽ നാട്ടുകാർ കൈക്ക് പണിയാകും. നാട്ടുകാരെന്ത് ചെയ്യും മോളെ? ഉപദ്രവിക്കും. എങ്കിലും ഒന്ന് കാണണമല്ലോ. തെറ്റ് കണ്ട എതിർക്കുന്നവർ ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ നീ ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു. നീ എന്തൊക്കെയാ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? എന്നിട്ട് ഹരിചന്ദ്രൻ ചമയുന്നു. പിന്നെ എന്റെ കുടുംബകാര്യത്തിൽ നീ കയറി അഭിപ്രായം പറയാൻ നിൽക്കണ്ട. അതിനുള്ള യോഗ്യത നിനക്കില്ല. എനിക്കുണ്ടല്ലോ, എനിക്ക് പറയാലോ. നിന്റെ മരുമോളെ നീ നിലയ്ക്ക് നിർത്തണം. നീ മേലെ ഇങ്ങനെ ഒരു പരാതി കേൾക്കാൻ ഇടവരരുത്. ദേവികമോള് ഒരു തെറ്റും ചെയ്തില്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുള്ളതുകൊണ്ട് ഞാൻ ഈ വിഷയം അവളോട് പറയാനേ പോകുന്നില്ല. നിങ്ങളൊക്കെ ആദ്യം സ്വയം നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി മറ്റുള്ളവരെ നന്നാക്കുന്നു. എടാ മോനെ, ഇവനെന്താ ഇങ്ങനെ? ഒന്നും അങ്ങോട്ട് തലയിലേക്ക് കേറുന്നില്ലല്ലോ. പുറത്തുള്ളവര് കയറി മേയുമ്പളെ എല്ലാം തല കയറിക്കോളും മുത്തശ്ശി. ആ സ്വാമി എന്ന് പറഞ്ഞ ആൾ ആരാന്നറിയോ മുത്തശ്ശിക്ക്? അധോലോകം, അധോലോകം. ഈ വീട്ടിലെ നിലവിളക്കൊക്കെ തേച്ച് മിനിക്ക് വെച്ചോ മുത്തശ്ശി. അതിന്റെ ഉപയോഗം അടുത്ത് തന്നെ വരും. എങ്ങോട്ടാ പോകുന്നത്? ഇത്രയും ദിവസം എങ്ങോട്ടാണോ പോയത് അങ്ങോട്ട് തന്നെ. ഓ, അപ്പോ ക്ലിനിക്കിലേക്കാ പോകുന്നത് ആണെങ്കിൽ ഞാനും കൂടെ വരുന്നുണ്ട്. എന്തിന്? എനിക്ക് അമ്മയൊന്ന് കാണണം. പോയി കണ്ടു. നിങ്ങൾക്കൊപ്പോ ഞാൻ വരുന്നത്. എന്റെ ഒപ്പം എന്തായാലും നീ വരുന്നില്ല. അതെന്താ? എനിക്ക് വേറെയും പല സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ഞാൻ വരാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ടോ ആ കൂട്ടത്തില്? ഞാൻ മാത്രം ചെല്ലേണ്ട സ്ഥലങ്ങളുണ്ട്. ഞാൻ വണ്ടിയിൽ ഇരുന്നോളാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ ഞാൻ കൂടെ വന്നാല്? വേണ്ട, അത്ര തന്നെ. കാരണം നിനക്ക് സംശയമാണെന്നെ. അങ്ങനെയുള്ള ഒരാള് എന്റെ കൂടെ സഞ്ചരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ എവിടെന്നെങ്കിലും വലിഞ്ഞു കയറി വന്ന പെണ്ണല്ല. ഞാൻ നിങ്ങളുടെ ഭാര്യ. നിങ്ങളോടൊപ്പം സഞ്ചരിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഭാര്യയ്ക്കുള്ള അതേ അവകാശം ഭർത്താവിനും ഉണ്ട്. അവൻ ആദ്യം വേണ്ടത് മനസമാധാനം. അത് തരാത്ത ഭാര്യയെ ചുമക്കേണ്ട ഗതികേട് അവനില്ല. ഓ, അപ്പോ നിങ്ങൾ എന്നെ ചുമക്കുകയാണല്ലേ? ഞാനാണല്ലോ നിങ്ങളുടെ മനസമാധാനക്കേടിന്റെ കാരണം. ഇതാണ് നിന്റെ കുഴപ്പം, ഈ ആർഗ്യുമെന്റ്സ്. എവിടെയെങ്കിലും ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നീ നടത്തുന്ന ഈ ചോദ്യം ചെയ്യലുകളുണ്ടല്ലോ, അത് തന്നെയാണ് എന്റെ മനസമാധാനക്കേട്. എന്റെ ഒരു ദിവസം പോകാൻ അത് മതി. ശരി, ഞാൻ വരുന്നില്ല. നിങ്ങളുടെ ജീവിതത്തില് എനിക്കുള്ള സ്ഥാനം എന്താന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാനൊന്നും ചോദിക്കാൻ പാടില്ല. എന്ത് കണ്ടാലും അതെല്ലാം സഹിച്ച് മിണ്ടാതെ നിൽക്കണം, അല്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ല. സംശയം ഒഴിവാക്കണം, അതേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ പറ്റൂ. എനിക്ക് ഞാനാവാനേ പറ്റൂ. എനിക്ക് ഞാനും. ഇപ്പൊ തിരിച്ചു വരും. അതൊന്നും പറയാൻ പറ്റില്ല, മനുഷ്യന്റെ കാര്യമല്ലേ. എപ്പോഴാ മരണം വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ആർക്ക് പ്രവചിക്കാൻ പറ്റും?
ഹലോ ഡോക്ടർ. ഓ, അപ്പൊ എന്നെ മറന്നിട്ടില്ല. താനൊക്കെ എവിടത്തെ ആളാടോ? സ്വന്തം അമ്മയല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഇടയ്ക്കെങ്കിലും ഇങ്ങോട്ടൊന്നൊന്ന് തിരിഞ്ഞു നോക്കണ്ടേ? ഞാൻ കുറച്ച് ഓട്ടത്തിലാ ഡോക്ടറെ. എന്ന് തീരും തന്റെ ഓട്ടം? പൈസയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അതിനുവേണ്ടി തന്നെയാ ഞാനും ഇപ്പൊ അങ്ങോട്ട് വിളിച്ചത്. ബില്ല് പെൻഡിങ് ആയിട്ട് ദിവസം എത്രയെന്ന് അറിയാലോ?